ഹായ് ഹലോ നമസ്കാരം, ഞാൻ സന്തോഷ് കുമാർ. നമ്മൾ പല ആൾക്കാരും കുറച്ച് പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് വാങ്ങി വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്നൊരു റെഗുലർ ഇൻകം എക്സ്പെക്ട് ചെയ്യുന്നവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ലാഭമോ നഷ്ടമോ നമുക്ക് പരിശോധിച്ച് നോക്കാം. എറണാകുളത്ത് ഒരു സാമാന്യം നല്ല ഏരിയയിൽ ഒരു ഫ്ലാറ്റ് വേണമെങ്കിൽ ഇന്ന് മിനിമം 1 കോടി രൂപയെങ്കിലും വേണം. പക്ഷേ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ചിന്തിച്ചു നോക്കിയാൽ ഈ 1 കോടി രൂപ ഫ്ലാറ്റിൽ ഇടുന്നത് ബുദ്ധിപരമാണോ, അതോ നമ്മൾ വലിയ കടക്കണിയിലേക്കാണോ നടന്നു കയറുന്നത്? നമുക്ക് കണക്കുകൾ കൂട്ടിയൊന്ന് നോക്കിയാലോ. 1 കോടി രൂപയുടെ ഫ്ലാറ്റ് വാങ്ങാൻ നിങ്ങൾ 20 ലക്ഷം രൂപ കയ്യിൽ നിന്ന് നൽകുന്നു, അതായത് ഡൗൺ പേയ്മെന്റ് നൽകുന്നു. ബാക്കി 80 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്തു എന്ന് കരുതുക. ലോൺ എമൗണ്ട് 80 ലക്ഷം, ഇൻട്രസ്റ്റ് റേറ്റ് ഏകദേശം ആവറേജ് 9%, ഡ്യൂറേഷൻ 20 വർഷം, മന്ത്ലി EMI ഏകദേശം 72,000 രൂപ. അതായത് അടുത്ത 20 വർഷത്തേക്ക് മാസം 72,000 രൂപ നിങ്ങൾ ബാങ്കിൽ അടയ്ക്കണം. 20 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ബാങ്കിന് തിരിച്ചു നൽകേണ്ടത് ഏകദേശം 1,72 ലക്ഷം രൂപയായിരിക്കും. അതായത് എടുത്ത ലോണിന്റെ ഇരട്ടിയിലധികം. ഇനി ഈ ഫ്ലാറ്റിൽ കിട്ടുന്ന വരുമാനം നോക്കാം. കൊച്ചിയിൽ 1 കോടി രൂപയുടെ ഫ്ലാറ്റിന് പ്രതിമാസം പരമാവധി കിട്ടാവുന്നത് 20,000 മുതൽ 25,000 രൂപ വരെ വാടകയാണ്. വെറും 2.5 മുതൽ 3% വരെ റെന്റൽ ഈൽഡ്. ഇതിൽ നിന്ന് മെയിൻ്റനൻസ് കോസ്റ്റ്, പ്രോപ്പർട്ടി ടാക്സ് എന്നിവ കുറച്ചാൽ ലാഭം വീണ്ടും കുറയും. പലരും വിചാരിക്കും ഫ്ലാറ്റിന്റെ വില കൂടുമല്ലോ എന്ന്. പക്ഷേ ഓർക്കുക, സ്ഥലത്തിന് കിട്ടുന്ന അത്രയും അപ്രീസിയേഷൻ ഫ്ലാറ്റിന് ലഭിക്കാറില്ല. 10-15 വർഷം കഴിയുമ്പോൾ ഫ്ലാറ്റ് പഴയതാകുകയും മെയിൻ്റനൻസ് ചിലവ് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും. ഇവിടെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നത്. നിങ്ങൾ ആ 72,000 രൂപ EMI അടയ്ക്കുന്നതിന് പകരം വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ബാക്കി വരുന്ന 50,000 രൂപ ഒരു നല്ല മ്യൂച്വൽ ഫണ്ട് SIP-യിൽ നിക്ഷേപിച്ചാൽ എന്ത് സംഭവിക്കും? പ്രതിമാസം 50,000 രൂപ SIP, പ്രതീക്ഷിക്കുന്ന ലാഭം 12% മുതൽ 15% വരെ. 20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന തുക ഏകദേശം 5 കോടി മുതൽ 7 കോടി രൂപ വരെ ആയിരിക്കും. ഇത് 1 കോടിയുടെ ഫ്ലാറ്റിനേക്കാളും എത്രയോ മടങ്ങ് വലുതാണ്. ചുരുക്കി പറഞ്ഞാൽ, താമസിക്കാൻ ഒരു വീട് എന്നത് വൈകാരികമായ ഒരു തീരുമാനമാണ്. അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ നിങ്ങൾ 1 കോടിയുടെ ഫ്ലാറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ദയവായി ഒന്നുകൂടി ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ പണം എവിടെ നിക്ഷേപിക്കണം എന്നതിന് കൃത്യമായ ഒരു പ്ലാനിംഗ് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമുമായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്തുകൊണ്ട് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്